ഈ ഒരു ക്വസ്റ്റ്യൻ SSC സീജനിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 2 ബോട്ടിലുണ്ട് വിത്ത് സെയിം കപ്പാസിറ്റിയാണ്. ഓക്കെ, അതെപ്പോഴും മൈൻഡ് വേണം. ദെൻ ഇതിൽ 35%, 33, 1/3% എന്തുണ്ട്? ഓറഞ്ച് ജ്യൂസ് ഉണ്ട്. ഓക്കെ, ദെൻ റെസ്പെക്റ്റീവ്ലി they are filled up completely with ആപ്പിൾ ജ്യൂസ്. ഇതിനെ ഇനി എന്ത് ചെയ്യും? ആപ്പിൾ ജ്യൂസ് കൊണ്ട് ഫില്ല് ചെയ്യും. ഓക്കെ, അതായത് ആദ്യത്തെ ബോട്ടിൽ രണ്ടും ഒരേ കപ്പാസിറ്റി ആണ്. അപ്പൊ 100 ആണ് ഞാൻ എടുത്തതെന്ന് വിചാരിക്കും. 100 എടുത്തതെന്ന് വിചാരിക്കും. ആദ്യത്തിൽ 35% ഓറഞ്ച് ജ്യൂസ് ഉണ്ട്. അപ്പോൾ ബാക്കി ഇത് ആപ്പിൾ ജ്യൂസ് വെച്ച് ഫില്ല് ചെയ്യുക. 100 65% വരുമല്ലോ. ഇതേ സെയിം കപ്പാസിറ്റി ഉള്ള ഒരു ബോട്ടിൽ എടുത്തു. ഇതിൽ 33 and 1/3% എന്തുണ്ട്? ഓറഞ്ച് ജ്യൂസ് ഉണ്ട്. ബാക്കി ഭാഗം ആപ്പിൾ ജ്യൂസ് ഫില്ല് ചെയ്യുക. അപ്പൊ 100 മൈനസ് 33 and 1/3, അതായത് 100/3. നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ 200/3 എന്ന് പറയുന്നത് 200/3 200/3 എന്ന് പറയുമ്പോൾ 66 2/3 എന്ന് പറയുന്നത്. ഓക്കെ, ആപ്പിൾ ജ്യൂസ്. ഇതാണ് ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ബോട്ടിലെയും എന്ത് ചെയ്തു? ഈ ഒരു കണ്ടന്റ് എടുത്തിട്ട് വേറൊരു വെസലിലോട്ട് ഇടും. അതിനകത്ത് ആപ്പിൾ ജ്യൂസിന്റെ കണ്ടന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് നോർമലായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? ഷോർട്ട് കട്ട് എങ്ങനെയാണ് പറഞ്ഞത്? നോർമലായിട്ട് നമ്മൾ അലിഗേറ്റ് ചെയ്യുന്ന എന്തിന്റെ ബേസിൽ? ആപ്പിൾ ജ്യൂസിന്റെ ബേസിൽ അലിഗേറ്റ് ചെയ്യും. അപ്പൊ അലിഗേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആദ്യത്തെ ബോട്ടിലിനകത്ത് 65% ആപ്പിൾ ജ്യൂസ് ഉണ്ട്. രണ്ടാമത്തെ ബോട്ടിലിനകത്ത് 66 2/3 ഉണ്ട്. ഓക്കെ, ദെൻ റേഷ്യോ എന്താണ്? 1:1 ആണ്. കാരണം സെയിം കപ്പാസിറ്റി ഉണ്ടായിരുന്ന ബോട്ടിലല്ലേ, സെയിം കപ്പാസിറ്റിയാണ് ബോട്ടിൽ. ഇപ്പോൾ പേഴ്സൻറ്റേജ് ഇതിലിട്ട് അലിഗേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കപ്പാസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് റേഷ്യോയിൽ വരുന്നത്. അടുക്കത്തെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം നമ്മൾ? ഇവിടെ ഇപ്പോൾ 1:1 റേഷ്യോ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ആവറേജ് എടുത്ത് നടുക്ക് എഴുതി വെച്ചാൽ മതി. കാരണം ഇതല്ലേ 1:1 റേഷ്യോ ആയതുകൊണ്ട് തന്നെ. 1:1 റേഷ്യോ എങ്ങനെയാണ് വന്നത്? 1:1 റേഷ്യോ വന്നത് ഈ പറയുന്ന സെയിം കപ്പാസിറ്റി എന്ന ടേബിൾ നോക്കാം. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടും? 65.56 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. ഇതാണ് ഒറിജിനൽ വഴി. ഇനി ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നോക്കി ആൻസർ പറയാൻ പറ്റും. അതായത് നിങ്ങളിപ്പോൾ 65 66 2/3 എന്നൊക്കെ അറിയാം ആപ്പിൾ ജ്യൂസിന്റെ കണ്ടന്റ്. ഇത് മിക്സ് ചെയ്യുമ്പോൾ ഈ രണ്ട് വാല്യൂവിന്റെ ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള വാല്യൂ ആൻസർ വരും. അതാണ് ഈ പറയുന്ന മിക്സർ ആൻഡ് അലിഗേഷന്റെ ബേസിക് കോൺസെപ്റ്റ് പോലും. അപ്പൊ ഈ ആൻസർ ഓപ്ഷൻസിൽ നിങ്ങൾ 65-നും 66 2/3 ഇടയ്ക്ക് വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അത് ഏതാണ്? ആദ്യത്തെ ഓപ്ഷനാണ്. അത് മാർക്ക് ചെയ്തിട്ട് പോവുക. നമ്മൾ ചെയ്യാനൊന്നും നിൽക്കരുത്, അത് മാർക്ക് ചെയ്തിട്ട് പോവുക.